പ്രതിപക്ഷ നേതാവിന് വേണ്ടി കോടതിയിൽ പോകുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക, കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക, എപ്പോഴും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ച് കേസ് കോൺഗ്രസിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോഴും അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. അങ്ങനെ ഇടപെടൽ നടത്തി എന്ന് കോടതിക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യം ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, CBI അന്വേഷണത്തിൻ്റെ ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് വേണ്ടി കോടതിയിൽ പോകുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 6-ാം തീയതി വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക, കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക, പിന്നെ ഒന്നും പത്രവും പറയില്ല, മാധ്യമങ്ങളും കൊണ്ടൂല, സതീശനും കൊണ്ടൂല. അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് തുടങ്ങണം. ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് പറയുന്നതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് ജനങ്ങളോട് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞ് ആരംഭിക്കണം. അതാണ് CBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തോട് നേരിട്ട് മറുപടി യഥാർത്ഥത്തിൽ പറഞ്ഞത് കോടതി വി ഡി സതീശനോട് തന്നെയാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.